നമ്മള് വിട്, ഞാനും നീ, നമ്മൾ രണ്ടുപേരെടുക്കാം. ഫാമിലി വേറെ ആൾക്കാർ. യു നോ how much I love baby and I know how much you love him. അതാണ് നമ്മൾ മനസ്സിലായ, അതാണ് നമ്മൾ തമ്മിൽ ഇതുവരെ ഒരു ക്ലാഷ് വരാത്തതിന്റെ റീസൺ. ബിക്കോസ് വി നോ ഈച്ച് അതർ. അഭിനയിക്കണം എന്ന് പറഞ്ഞവർക്ക് ഒരിക്കലും പറ്റൂല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബഷീറിന്റെ ഫാമിലിയെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ബഷീറും ബഷീറിന്റെ ഭാര്യമാരായിട്ടുള്ള സുഹാനയും മഷൂറയും പിന്നെ അവരുടെ മക്കളും ഒക്കെയായി അവർ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. ഇങ്ങനെ രണ്ട് ഭാര്യമാരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോവുക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ബഷീറിന് സമ്മതിച്ചു കൊടുക്കാതെ വയ്യ. ഇവർക്ക് 3 പേർക്കും യൂട്യൂബ് ചാനലുണ്ട്. ഇതിലൂടെ ഇവർ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങളൊക്കെ സത്യമാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഇവർ പൊളിയാണ്. ഇവരുടെ വീഡിയോസിന് താഴെ അത്യാവശ്യം നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്കെതിരെ സുഹാനയും മഷൂറയും ഒരുമിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മഷൂറയുടെ ചാനലിലൂടെയാണ് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ സംസാരിച്ചത്. കമന്റുകൾക്കുള്ള മറുപടി എന്നോണമാണ് അവർ ഓരോ കാര്യങ്ങളും പറയുന്നത്. നമുക്ക് ഈ വീഡിയോയിലെ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. എന്താ പറഞ്ഞ, ഷി നെവർ സേ നോ ടു മീ. ഇപ്പൊ ടൈം എത്ര ആയോ? 1 മണി. പച്ചപ്പാതിര. ഷി വാസ് സ്ലീപ്പിംഗ്. ജസ്റ്റ് ഒന്ന് മുഖം കഴുകാൻ വാഷ്റൂം പോകാൻ വേണ്ടി എണീക്കാൻ പോയത്. ഐ ജസ്റ്റ് ആസ്ക്ഡ് ഹർ നമുക്കൊരു വീഡിയോ എടുത്താളാ. അപ്പൊ തന്നെ പാവ നൈറ്റൊക്കെ മാറി ഡ്രസ്സൊക്കെ ഇട്ട് ലവ് യു. പിന്നെ നിങ്ങൾക്കറിയാലോ സ്വാനത്തിനെ പറ്റി ഞാൻ പൊക്കി പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്കറിയാത്ത എന്നെ അതെന്താ മഷൂറ അങ്ങനെ ഒരു വർത്താനം? നിങ്ങൾക്ക് ശരിക്കും സുഹാനെ അറിയാമല്ലോ. അറിയാത്തത് എന്നെ മാത്രമല്ലേ എന്നൊക്കെ രീതിയിൽ ആൾക്കാർക്ക് സുഹാനയോട് മാത്രമാണ് ഇഷ്ടം, എന്നോട് തീരെ ഇഷ്ടമില്ല എന്നാണ് മഷൂറ ഇവിടെ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അതിവരുടെ കമന്റ് ബോക്സ് കണ്ടാലും തോന്നാറുണ്ട്. സുഹാനയാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പല കമന്റുകളും കണ്ടപ്പം തോന്നിപ്പോയിട്ടുണ്ട്. മേ ബി സുഹാനയാണല്ലോ ബഷീറിന്റെ ആദ്യ ഭാര്യ, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ സിമ്പതി കൊണ്ടാകാം. എന്തായാലും സുഹാനെ പൊക്കി അടിച്ചുകൊണ്ടാണ് മഷൂറ വീഡിയോ തുടങ്ങിയത്. എന്തായാലും നമുക്ക് ബാക്കി കൂടി കണ്ടു നോക്കാം. സംഭവം യൂഷ്വലി സോനു യൂട്യൂബ് സെക്ഷനിൽ പോവാറില്ല കേട്ടാ. ഇങ്ങനെ ഇന്ന് രാവിലെ നേരത്തെ റെഡി ആയിരുന്നു. നമ്മൾ കുറച്ച് ടൈം എടുത്തു. എപ്പോഴും ഫുഡൊക്കെ കൊടുത്ത് റെഡി ആവാൻ ടൈം എടുത്തു. അപ്പൊ സോനു വെറുതെ ഒന്ന് കമന്റ് സെക്ഷനിൽ ഇരുന്നാണ്. പോവാറില്ല യൂഷ്വലി ഡോണ്ട് ഗെറ്റ് ടൈം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് സോനു നേരത്തെ റെഡിയായി, അതാണ് ടൈം കിട്ടിയത്. നമ്മള് കുറച്ച് ലാഗ് ആയിരുന്നു. അപ്പൊ സോനു ഒന്ന് വെറുതെ ഇരുന്നതാ. അതിലിപ്പോ എന്റെ ക്ലിപ്സിനെ പറ്റി പറഞ്ഞത് സോണിനെ കണ്ടിട്ട് എബ്രോന്റെ സ്ക്രീൻ ടൈമും കൂടെ തന്നെ നിന്റെ ക്ലിപ്പിംഗ് ഇതുപോലെ കുഞ്ഞ ക്ലിപ്സ് വെക്കണം നമ്മുടെ സ്റ്റൈല്. എനിക്കത് കണ്ടിട്ട് ഏത് യുഗത്തിലുള്ള ആൾക്കാരാണെന്നുള്ളത് ഒരാൾ കോമൺ സെൻസോടെ റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് അതന്നെ ഇവനെന്താ ഹോസ്പിറ്റൽ എബ്രോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും മേക്കപ്പ് ചെയ്ത് പോയെന്നാ. പിന്നെന്താ ക്ലിപ്പൊക്കെ കുത്തി, അത് കുഞ്ഞു പിള്ളേരെ ക്ലിപ്പ് കുത്തി. നിങ്ങളെ ആക്ച്വലി ഈ നമ്മ സമയം മാറുന്നത് അറിയണില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഞാൻ അതിന്റെ കമന്റിന് അപ്പൊ തന്നെ റിപ്ലൈ കൊടുത്തിട്ട് പിന്നെ ഇതിലോട്ട് ഞാൻ പോയില്ല. എന്താ ശരിക്കും താല്പര്യമില്ല അവിടെ. എന്റെ ഒരു ആശ്വാസത്തിന് ഞാൻ റിപ്ലൈ കൊടുത്തതാണ്. എന്ന് വെച്ചാൽ എന്തും കണ്ടും കേട്ടും നമുക്ക് പിള്ളേരെ പറയണത് എനിക്ക് ഇവൻ പറഞ്ഞല്ലോ പിള്ളേരെ ഗുണത്തിൽ ഇവളും വരും. സോറി ഗൈസ്, പനിയടിച്ച്. ഇവരുടെ വീഡിയോയ്ക്ക് താഴെ ആരോ മക്കളെ കുറിച്ചും മഷൂറെ കുറിച്ചും മോശമായി കമന്റ് ഇട്ടു. അത് കണ്ടിട്ട് സുഹാനയ്ക്ക് ദേഷ്യം വന്ന്. അതാണ് സംഭവം. ഞാൻ ആലോചിക്കുന്ന എന്താണെന്ന് വെച്ചാ, കമന്റ് കണ്ട് ദേഷ്യം വരികയാണെങ്കിൽ ഇവർക്ക് പിന്നെ അതിന് മാത്രമേ സമയം കാണൂ. എന്താണെന്ന് വെച്ചാ ഇവരുടെ മിക്ക വീഡിയോസിനും നെഗറ്റീവ് കമന്റ്സ് വരാറ് പതിവാണ്. ചില കമന്റ്സ് ഒക്കെ കാണുമ്പം ഒരാവശ്യമില്ലാതെ വെറുതെ ഇവരെ ചൊറിയാൻ വേണ്ടി ഇടുന്ന കമന്റ്സ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ച് ഇടുന്ന കമന്റുകൾ പോലെ. എന്തായാലും നമുക്ക് ബാക്കി കൂടി കണ്ടു നോക്കാം. അപ്പൊ ഇതായിരുന്നു അതില് പിന്നെ സ്ക്രീനിങ് ടൈമും കാര്യം പറഞ്ഞു. ഏത് എബ്രോന്റെ സ്ക്രീനിങ് ടൈമും വിട്ടോ. നിങ്ങൾ പിള്ളേരുടെ കാര്യം നോക്കിക്കോ, അവരുടെ കാര്യമൊക്കെ വിട്ടോ. എനിക്കറിയാം നോക്കാൻ. ഞാൻ പറഞ്ഞു ആക്ച്വലി നിങ്ങൾക്ക് പേടിച്ചിട്ടൊന്നും ഞാൻ ഫോൺ മാറ്റി വെക്കാനോ നിൽക്കാനോ അവന്റെ ഫുഡ് ടൈമിങ്സോ മാറ്റി വെക്കാനോ അവനെങ്ങനെ നോക്കണം അവൻ എപ്പോ സ്ക്രീൻ കൊടുക്കണം അതൊക്കെ ഞാൻ
സോനു ബേബി നോക്കിക്കോളാം. നിങ്ങള് വേണ്ട അത് വിട്ടോ. അല്ലെങ്കിൽ പിള്ളേരെ നന്നായിട്ട് പാരന്റിങ് ചെയ്തു. അതൊക്കെ ഓക്കെ, നിങ്ങളായി നിങ്ങളുടെ മക്കളുടെ പാടായി. ആരും അത് പുറത്തുനിന്ന് ഇടപെടേണ്ട ഒരാവശ്യവും ഇല്ല. നിങ്ങൾ മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊക്കെ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ ചെറിയൊരു നിയന്ത്രണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകുകയാണെങ്കിൽ ആളുകൾ ഇങ്ങനെ മക്കളെ കുറിച്ച് നെഗറ്റീവ് പറയുന്നത് അവസാനിക്കും. ഇതിപ്പം മക്കൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ വീഡിയോ ആക്കി കാണിച്ചിട്ട് പിന്നെ ആൾക്കാർ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ബാക്കി കൂടി കണ്ടു നോക്കാം. നമ്മള് വിട്, ഞാനും നീ നമ്മൾ രണ്ടുപേരെടുക്കാം. ഫാമിലി വേറെ ആൾക്കാർ യു നോ how much I love him and I know how much you love him. അതാണ് നമ്മൾ എടുത്ത് വെച്ച് മനസ്സിലായ. അതാണ് നമ്മൾ തമ്മിൽ ഇതുവരെ ഒരു ക്ലാഷ് വരാത്തതിന്റെ റീസൺ. ബിക്കോസ് വി നോ ഈച്ച് അഭിനയിക്കണം എന്ന് പറഞ്ഞത് ഒരിക്കലും പറ്റൂല. ബിഗ് ബോസ് തന്നെ ആർക്കും പറ്റൂല. എന്നിട്ടാണോ അതന്നെ എത്ര എന്താ വെച്ചാല് നമുക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നെങ്കിൽ നമ്മൾ തമ്മിൽ ബോണ്ട് വേണം. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അവള് പറയട്ടെ, എന്റെ ശല്യല്ല തുടങ്ങിക്കോളാം. ഇങ്ങനെ നമുക്ക് നല്ല പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ വന്നിട്ട് ചിരിച്ചു വന്നിട്ട് ഫാമിലിനെ ഭയങ്കര മിസ്സൊക്കെ ചെയ്യുമ്പോഴത്തേ പറയാം എന്താ ഞാൻ ചെയ്യണ്ട, കെട്ടിപ്പിടിക്കാമോ. അല്ല അങ്ങനെ പറ്റൂല. കൈസ് അഭിനയിക്കാനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിപ്പോ നമ്മ ബിഗ് ബോസ് അഭിനയം വിചാരിച്ചോ, അഭിനയിക്കണമെങ്കിൽ പൊളിഞ്ഞോട്ടെ. ഓക്കെ അല്ലേ? അഭിനയിക്കണമെങ്കിൽ അതല്ലേ പറയാം. അഭിനയിക്കണമെങ്കിൽ പൊളിയാട്ടെ, കുഴപ്പമില്ല. പക്ഷെ അഭിനയിക്കാൻ പറ്റൂല. അതാണ് കുറച്ച് ആ പറഞ്ഞത് കുറച്ചൊക്കെ ശരിയാണ്. ഉള്ളിൽ പ്രശ്നം വെച്ചിട്ട് പുറത്ത് സ്നേഹം കാണിച്ച് അഭിനയിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള യഥാർത്ഥ സാധനം പുറത്തു വരും. ഇവർ പറഞ്ഞ ബിഗ് ബോസ് ഒക്കെ അതിനൊരു ഉദാഹരണമാണ്. അവിടെ 100 ദിവസം പോലും ആർക്കും അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല. നമ്മുടെ യഥാർത്ഥ സ്വഭാവം എങ്ങനെയെങ്കിലും പുറത്തു വരും. പിന്നെ ഇവരുടെ വ്ളോഗുകളിലൂടെയുള്ള ഇവരുടെ ജീവിതം മാത്രമേ നമ്മൾ കാണാറുള്ളൂ എന്ന് മാത്രം. ശരിക്കും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും വീഡിയോസിലുള്ളതുപോലെ തന്നെ ഇവരുടെ റിയൽ ലൈഫിലും ഇവർ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ.